അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, 12 കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സൽസ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. അവ നാം ഉൾക്കൊള്ളേണ്ടതും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ഉത്തമ സ്വഭാവികളായി ഉന്നത ശ്രേണിയിലേക്കെത്താനും അത് നമ്മെ സഹായിക്കും. അതിൽ ഒന്നാമത്, പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു. രണ്ടാമത്തെ സ്വഭാവമാവട്ടെ, സൃഷ്ടികളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെന്ന ആഗ്രഹം അവരിൽ ഉണ്ടാവുകയില്ല. മൂന്നാമത്തെ സ്വഭാവം, അവരുടെ ശത്രുത പിശാചുകളോട് മാത്രമായിരിക്കും. നാലാമത്തേതാവട്ടെ, അവരുടെ സ്വന്തം കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കും. അഞ്ചാമത്തേത്, സൃഷ്ടികളോട് വലിയ അനുകമ്പയുള്ളവരായിരിക്കും. ആറാമത്തെ സ്വഭാവം, സൃഷ്ടികളിൽ നിന്നുണ്ടാവുന്ന പീഡനങ്ങളും ദ്രോഹങ്ങളും അവർ സഹിക്കാൻ തയ്യാറാണ്. ഏഴാമത്തെ സ്വഭാവം, സ്വർഗത്തിൽ അവർക്ക് ദൃഢവിശ്വാസമുണ്ടാവും. എന്ന് പറഞ്ഞാൽ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ അത് അള്ളാഹു പാഴാക്കുകയില്ല, തീർച്ചയായും അള്ളാഹു അതിന് പ്രതിഫലം നൽകുമെന്ന വിശ്വാസം അവരിലുണ്ടായിരുന്നു. എട്ടാമത്തെ സ്വഭാവം, അവർ വിനയം കാണിക്കേണ്ട ഇടങ്ങളിലെല്ലാം വിനയം കാണിച്ച് വിനയാന്വിതരായി ജീവിക്കുമായിരുന്നു. ഒമ്പതാമത്തെ സ്വഭാവമാവട്ടെ, ശത്രുതയ്ക്ക് ഇടവരുത്തുന്ന സാഹചര്യങ്ങളിൽ സതുപദേശം അവർ കൈയൊഴിയുകയില്ല. എങ്ങനെയെങ്കിലും സതുപദേശം നൽകി ശത്രുതയിലേക്ക് നയിക്കുന്ന സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ അവർ ശ്രദ്ധിക്കും. പത്താമത്തെ സ്വഭാവം, അവരുടെ ആകെ മൂലധനം ദാരിദ്ര്യമാണ്. എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അതവർ പിടിച്ചു വെക്കുകയില്ല, സാധുക്കൾക്ക് അത് വിതരണം ചെയ്യും. 11ാമത്തെ സ്വഭാവം, അവർ ഏത് സമയവും അംഗശുദ്ധിയുള്ളവരായിരിക്കും, വുളൂ ദായിമാക്കുന്നവരായിരിക്കും. 12ാമത്തെ സ്വഭാവം,